കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം. ഒരു അവധിക്കാല കഥ കേട്ടാലോ? കഥയുടെ പേര് അമ്മുവിൻ്റെ അവധിക്കാലം. അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പൂളയ്ക്കൽ. 2 മാസത്തെ അവധിക്കാലം അവസാനിക്കുകയാണ്. വേനൽ അവധിക്കാലം അമ്മുവിന് സന്തോഷങ്ങളുടെ ദിനങ്ങളായിരുന്നു. ഡൽഹിയിൽ ജോലി ചെയ്യുന്ന പട്ടാളക്കാരനായ അച്ഛൻ്റെ അടുത്തേക്ക് അമ്മയും അനുജനും അടങ്ങുന്ന കുടുംബം എത്തിച്ചേർന്നപ്പോൾ അത് സന്തോഷകരമായ നാളുകളായി മാറി. എല്ലാ ദിവസവും അച്ഛനോടൊപ്പമുള്ള ഉല്ലാസയാത്രകൾ, ഡൽഹിയും ആഗ്രയും ഉൾപ്പെടെയുള്ള യാത്രകൾ, ഇതുവരെ കാണാത്ത വൃത്തിയും വെടുപ്പുമുള്ള നഗരത്തിൻ്റെ പല ഭാഗങ്ങളും അമ്മുവിനെ അതിശയിപ്പിച്ചു. നമ്മുടെ നാട്ടിൽ കാണാത്തത്ര വൃത്തിയുള്ള മനോഹരമായ നിരത്തുകൾ, നിരയൊത്തു പോകുന്ന വാഹനങ്ങൾ എല്ലാം അവൾക്ക് പുത്തൻ കാഴ്ചകളായിരുന്നു. 2 മാസത്തെ അവധി ആഘോഷത്തിന് ശേഷം അച്ഛനോടൊപ്പം കുടുംബം തിരിച്ചും നാട്ടിലെത്തി. നേരം വെളുത്തിട്ടേയുള്ളൂ. അമ്മു വീട്ടുമുറ്റത്തെത്തിയപ്പോൾ അവൾ കണ്ട കാഴ്ച ഏറെ മനോഹരമായിരുന്നു. വേനൽക്കാലത്ത് ലഭിച്ച നല്ല മഴയിൽ വീട്ടുമുറ്റത്തെല്ലാം കാട്ടുചെടികൾ വളർന്നിരിക്കുന്നു. ചെടികൾ നിറയെ മഞ്ഞയും ചുവപ്പും കലർന്ന പൂവുകൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇന്ന് ഈ കാടെല്ലാം ചെത്തി വൃത്തിയാക്കണം, അച്ഛൻ അമ്മയോട് പറഞ്ഞു. വേണ്ടച്ചാ, ഇങ്ങനെ കാണാൻ എന്ത് രസമാണ്, ഇത് വെട്ടിക്കളയണ്ട. അമ്മു കരയാൻ തുടങ്ങി. മോളെ, വീടും പരിസരവും ഇങ്ങനെ കാട് പിടിച്ച് കിടക്കാൻ പാടില്ല. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിച്ചില്ലെങ്കിൽ പല രോഗങ്ങളും അപകടങ്ങളും ഉണ്ടാകും, അമ്മ പറഞ്ഞു. അമ്മുവിന് അച്ഛനും അമ്മയും പറഞ്ഞതൊന്നും ഉൾക്കൊള്ളാനായില്ല. അവൾ വസ്ത്രം മാറി കാട്ടുപൂക്കളുടെ ഭംഗി ആസ്വദിക്കാൻ മുറ്റത്തേക്ക് ഇറങ്ങി. മുറ്റത്ത് നിറയെ കൊതുകുകളായിരുന്നു. കൊതുകുകളുടെ കടികൾ കിട്ടിയെങ്കിലും അതെല്ലാം അവഗണിച്ച് കാട്ടുചെടികൾക്കിടയിലൂടെ അവൾ നടന്നു. പെട്ടെന്ന് ഒരു ചീറ്റൽ ശബ്ദം. അമ്മുവിൻ്റെ മുന്നിൽ വലിയൊരു പാമ്പ് തലയുയർത്തി നിൽക്കുന്നു. അവൾ പേടിച്ച് ഉറക്കം നിലവിളിച്ചു. അച്ഛനും അമ്മയും ഓടി വന്നു. പാമ്പ് പതുക്കെ കാട്ടിലേക്ക് ഇഴഞ്ഞുപോയി. കൂട്ടുകാരെ, നമ്മുടെ വീടും പരിസരവും നമ്മൾ വൃത്തിയോടെ സൂക്ഷിക്കണം. കാടും പടലവും ഇല്ലാതെ മലിനജലം കെട്ടിക്കിടക്കാതെ സൂക്ഷിക്കണം. എന്നും അടിച്ചുവാരി വൃത്തിയാക്കണം. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ കൊതുകുകളും ഈച്ചകളും പെരുകും. കൊതുകുകളും ഈച്ചകളും പല മാരക രോഗങ്ങളും പരത്തുന്നവരാണ്. കൂടാതെ പാമ്പുകളെപ്പോലുള്ള പല ക്ഷുദ്രജീവികളും വീട്ടിലേക്ക് എത്തും. ഇതും നമുക്ക് അപകടം വരുത്തും. വീടും പരിസരവും വൃത്തിയാക്കുന്നത് പോലെ നമ്മുടെ സ്കൂളും പൊതുസ്ഥലങ്ങളും നമ്മൾ വൃത്തിയായി സൂക്ഷിക്കണം. കൂട്ടുകാർക്ക് അമ്മുവിൻ്റെ കഥ ഇഷ്ടമായോ? എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സ്റ്റോറി അങ്കിൾ.